ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. സിദ്ധു ചന്ദ്രികയ്ക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അതേസമയം തന്നെ സിദ്ധു ചന്ദ്രികയ്ക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്ന സമയത്താണ് മലർ അതുവഴി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ മലറും ആദ്യം മൈലാഞ്ചി ഇട്ടിട്ടാണുള്ളത് ചന്ദ്രിക ഇട്ട് കൊടുത്തത്. പക്ഷേ ചന്ദ്രികയ്ക്ക് സിദ്ധു ഇട്ട് കൊടുക്കുന്നത് കണ്ടിട്ട് മലർ അതുവഴി വന്നപ്പോൾ മലറിന് വല്ലാത്ത വിഷമം തോന്നി. പഴയതുപോലെ മലറിനിപ്പോൾ സിദ്ധുവും ചന്ദ്രികയും പരസ്പരം സ്നേഹിക്കുന്നതും അടുക്കുന്നതും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. അവൾ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് അമ്മയെ അവളുടെ വഴിയിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് എനിക്ക് അത് ചെയ്തു തരണം, ഇത് ചെയ്തു തരണം എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രികയോട് ദേഷ്യപ്പെടുകയാണ് മലറിപ്പോൾ. സിദ്ധു മൈലാഞ്ചി ഇട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ചന്ദ്രികയോട് ചോദിക്കുകയാണ്, ചന്ദ്രിക എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട് സാർ. എന്നെക്കാളും സാറ് നന്നായിട്ട് മെഹന്തി ഇടുന്നുണ്ട്. ശരി, അരമണിക്കൂർ കഴിഞ്ഞ് കൈ കഴുകി നോക്ക്, അപ്പോൾ ഇതിലും ഭംഗിയായിരിക്കും. ശരി സാർ. പിന്നെയും അവർ തമ്മിൽ പരസ്പരം നോക്കിക്കൊണ്ട് സ്നേഹിക്കുന്ന രീതിയിലുള്ള ഒരു സോങ്ങാണുള്ളത്. ശരി ചന്ദ്രികെ, ഞാനെന്നാ ഇറങ്ങട്ടെ. അങ്ങനെ സിദ്ധു പോകാൻ ഇറങ്ങാണ്. അപ്പോഴാണ് ചന്ദ്രിക ആ എന്നൊക്കെ പറയുന്നത്. അയ്യോ അയ്യോ, എന്താ ചന്ദ്രികെ? പുറത്ത് എന്തോ കടിക്കുന്നത് പോലെ. ഉറുമ്പാന്ന് തോന്നുന്നത്. സാറ് പോയിക്കോളൂ. കൈക്ക് മൈലാഞ്ചി ഇട്ടത് കൊണ്ട് ചന്ദ്രിക പിടക്കുകയാണ്. ഓ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ ചന്ദ്രികയെ, എന്ത് പറ്റി? ഉറുമ്പാന്ന് തോന്നും മുതുകിൽ കടിക്കുന്നത്. ഉറുമ്പോ? എവിടെ? നോക്കട്ടെ. അതൊന്നും വേണ്ട, സാറ് പോയിക്കോളൂ. ചന്ദ്രികയെ ഉറുമ്പ് കടിക്കല്ലേ, അതുകൊണ്ടാണ് പറഞ്ഞേ. ഇല്ല സാറ് പോയിക്കോളൂ സാർ. ചന്ദ്രികയെ നീ ഉറുമ്പ് കടിക്കുന്നു എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ അത് എടുക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം? ഇങ്ങോട്ട് അയ്യോ വേണ്ട, അതൊന്നും സാരമില്ല, ഞാൻ നോക്കിക്കോളാം, സാറ് പോയിക്കോ. പിന്നെ സിദ്ധു ചന്ദ്രികയോട് പറയാണ്, 1 മിനിറ്റ് ഒന്ന് സമയം വാ, 1 മിനിറ്റ് ഒന്നിങ്ങ് വാ, ഞാൻ പറയുന്നതൊക്കെ ഒന്നിങ്ങ് വാ. അങ്ങനെ കുറച്ച് സമയം സിദ്ധു പരിശ്രമിച്ച് പരതി എടുത്തു ആ ഉറുമ്പിനെ. എന്നിട്ട് പറയാണ്, ചന്ദ്രിക, ഈ ഉറുമ്പാണ് നിന്നെ കടിച്ചത്. ഇപ്പം ശരിയായില്ലേ? ചന്ദ്രിക എന്താ വല്ലാണ്ടിരിക്കുന്നേ? കഴിഞ്ഞില്ലേ? ഒന്നുമില്ല സാറ് പോയിക്കോളൂ. എന്നൊക്കെ പറഞ്ഞ് സിദ്ധു അവിടെ നിന്ന് പോകാനിറങ്ങാണ്. വീണ്ടും ചന്ദ്രിക ഓ എന്നൊക്കെ പറയുന്നു. എന്താ ചന്ദ്രികേ? എന്ത് പറ്റി? വീണ്ടും ഉറുമ്പ് കടിക്കുന്നു സാർ. തിരിഞ്ഞു നിൽക്ക്, ഞാൻ ഇപ്പം എടുത്തു തരാം. ഇല്ല വേണ്ട, ഉറുമ്പിനെ ഞാൻ എടുത്തു തരാം, സാറ് പോയിക്കോ. ഞാൻ എടുത്തോളാം. ഇല്ല ചന്ദ്രിക, ഞാൻ എടുത്തു തരാം. ഞാൻ നേരത്തെ ഒരെണ്ണത്തിനെ എടുത്തു കളഞ്ഞതല്ലേ, ഇതിനെയും ഞാൻ തന്നെ എടുത്തു തരാം. പ്ലീസ് ദയവ് ചെയ്ത് അനങ്ങാണ്ടിരിക്കേ. വേണ്ട, സാറ് പോയിട്ട് മലറിനോട് വരാൻ പറ. ശരി. പിന്നെ ചന്ദ്രിക ഒരു നാണത്തോടെ വിഷമത്തോടെ ചിരിക്കുകയാണ്. അപ്പോഴും സിദ്ധു ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് മേഘയാണ്. മേഘ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ ഒരു സ്റ്റാഫ് വന്നിട്ട് പറയാണ്, മാഡം പറയൂ. അത് സുരേന്ദ്രനായിരുന്നു. പറയൂ സുരേന്ദ്ര. മാഡം റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ഒരാളെ വേണം എന്ന് പറഞ്ഞിരുന്നില്ലേ നേരത്തെ? അയാൾ പുറത്ത് വന്നിട്ടുണ്ട്. ശരി, വരാൻ പറയൂ. ഓക്കെ മാഡം എന്ന് പറഞ്ഞ് സുരേന്ദ്രൻ അവിടെ നിന്നും അയാളുടെ അടുത്തേക്ക് പോയി. വരൂ സാർ, വരൂ. അപ്പോഴേക്കും സാറിനേച്ചി മേഘയുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ മേഘ അയാളെ കണ്ടപ്പോൾ തന്നെ ചിരിക്കുകയാണ്. മാഡം വരൂ, ഇരിക്കൂ. നമസ്കാരം സാർ. നിങ്ങളെക്കുറിച്ച് സുരേന്ദ്രൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. കട്ടപ്പനയ്ക്കടുത്തായിട്ട് 200 ഏക്കർ സ്ഥലമുള്ളതായിട്ട് പറഞ്ഞിരുന്നു. ആ ഭൂമി എക്സാക്റ്റ് എവിടെയായിട്ട് വരും? മേഘ അങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹം ആലോചിക്കുകയാണ്. പിന്നെ അദ്ദേഹം ഒരു പേപ്പർ എടുത്തിട്ട് വരച്ച് കാണിച്ചു കൊടുക്കുകയാണ്. ഇതാണ് മാഡം ഈ സ്ഥലത്തിൻ്റെ സ്പെഷ്യാലിറ്റി. എനിക്ക് ഈ സ്ഥലം വാങ്ങാൻ താല്പര്യമുണ്ട്. ഈ ആഴ്ച ഞാൻ നേരിട്ട് വന്ന് കാണാം. കണ്ടിട്ട് എന്താണ് ഡീൽ എന്ന് വെച്ചാൽ അത് നമുക്ക് സംസാരിച്ച് ഉറപ്പിക്കാം. ഇതൊക്കെ കേട്ട് മനോഹരൻ എന്ന മോളാണ് അവിടെ നിന്നിട്ട്. അപ്പോൾ വന്ന അയാൾ പറയാണ്, വളരെ നന്ദി മാഡം. മേഘ പറയാണ്, സുരേന്ദ്ര, നീ ഇദ്ദേഹത്തെ കൊണ്ടാക്ക്. ഓക്കെ മാഡം. ശരി വരൂ സാർ. വരട്ടെ മേഘ. അദ്ദേഹം പോയതിന് ശേഷം മനോഹരൻ ചോദിക്കുകയാണ്, എന്തിനാ മേഘ 200 ഏക്കർ സ്ഥലമൊക്കെ വാങ്ങുന്നത്? ഞാൻ പുതിയതായിട്ട് കാറിൻ്റെ സ്പെയർ പാർട്സൊക്കെ വിൽക്കുന്ന ഒരു പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു കമ്പനി തുടങ്ങണം എന്ന് വിചാരിക്കുക. അതെയോ? അതെ അമ്മവാ. എനിക്ക് അറിയാവുന്നൊരു വലിയ കമ്പനിയിൽ നിന്നും അപ്രൂവ് ചെയ്തിരുന്നു. ഒരു വലിയ ലാൻഡ് ഉണ്ടായാൽ മതി. കൊളാബറേഷനിൽ ഈ ബിസിനസ് തുടങ്ങാമെന്ന് പറഞ്ഞ്. ഉറപ്പായിട്ടും ഈ ബിസിനസ് നമ്മൾ അടുത്ത ലെവലിൽ എത്തിക്കും.
ആ അതേ മേഘ, ഇപ്പോൾ കാറിനൊക്കെ ഭയങ്കര ഡിമാൻഡല്ലേ. മേഘയും പറയാണ്, എല്ലാവരുടെ വീട്ടിലും കുറഞ്ഞത് 2 കാറെങ്കിലും കാണൂലേ. ഫ്യൂച്ചറിൽ കാറിൻ്റെ ഡിമാൻഡ് ഇനിയും കൂടുന്നേ. അപ്പോൾ നമുക്കും ഡിമാൻഡ് കൂടും. കാറിൻ്റെ സ്പെയർ പാർട്സ് കമ്പനി തുടങ്ങിയാൽ ഉറപ്പായിട്ടും നമുക്കും അതിലൊരു പ്രോഫിറ്റ് കിട്ടും. അതെ അമ്മവാ, ഈ വീക്കെൻഡിൽ തന്നെ പോയി ലാൻഡ് ഒന്ന് നോക്കണം. നമുക്ക് ഡീൽ എന്താണെന്ന് വെച്ചാൽ സംസാരിച്ച് ഉറപ്പിക്കാം. ശരി മേഘ, നീയല്ലേ പറയുന്നേ? ദേ ഇതിൽ ഒരു ഒപ്പിട്ടെ. ശരി, ഓക്കെ മേഘ. ഓക്കെ അമ്മവാ. അവൻ അതുമായി അവിടെ നിന്നും പോയി. പിന്നെ കാണിക്കുന്നത് ജാനകി വിളിക്കുകയാണ്, സുന്ദരി സുന്ദരി. എന്താ മേഡം? സുന്ദരി, സുമംഗലി പൂജ ചെയ്യണം. ശരി മേഡം. പൂജാമുറി വൃത്തിയാക്കി ഈ വിളക്കൊക്കെ നന്നായിട്ട് തുടച്ച് നല്ല തിരിയിൽ ഒക്കെ ഇട്ട് നന്നാക്കിയിട്ട് വെക്കണം. ശരി മേഡം. ഭഗവാന്റെ പടത്തിൽ പൂമാലയെല്ലാം അതും ചേർത്ത്. ചേർത്താ മേഡം. അതേസമയം ജ്യോതി വിളിക്കുകയാണ്. അപ്പോൾ വാസു ഫോൺ എടുത്തിട്ട് പറയാണ്, അയ്യോ ജ്യോതിയാണല്ലോ വിളിക്കുന്നത്. വാസു ഫോൺ എടുത്തിട്ട് ഹലോ എന്ന് പറയാണ്. അപ്പോൾ ജ്യോതി, ഇപ്പോൾ എവിടെയാണുള്ളത്? ഇവിടെ വീട്ടിലുണ്ട് ജ്യോതി. ഇന്ന് സുമംഗലി പൂജയുണ്ട്, മറക്കരുത് കേട്ടോ. വാസുവും മേഘയും വരാമെന്നല്ലേ പറഞ്ഞത്? അതെയോ? എന്താ അതെയോ എന്ന് ചോദിക്കുന്നത്? സുമംഗലി പൂജയ്ക്ക് നിങ്ങൾ തീർച്ചയായും വരണം. മേഘയെയും കൂട്ടിയിട്ട് വരണം. ശരി ശരി, വരാം, ഉറപ്പായും വരാം. എന്നാൽ ശരി, വാ. അതേസമയം വാസു ചിന്തിക്കുകയാണ്, ജാനകി ഇവിടെ സുമംഗലി പൂജയ്ക്ക് ഏർപ്പാടൊക്കെ ചെയ്യുന്നു, ജ്യോതി അവിടെയും പൂജയ്ക്ക് ഏർപ്പാട് ചെയ്യുന്നു. ഇപ്പോൾ എന്താ ചെയ്യുക? ഇവിടെ നിന്ന് എങ്ങനെയാ ഒന്ന് എസ്കേപ്പ് ആവുക? മേഘയോട് പോയി ചോദിക്കാം. പിന്നെ സുന്ദരി വന്നിട്ട് പറയാണ്, മേഡം എല്ലാം ഇതിലുണ്ട്. അതൊക്കെ എല്ലാം ശരിക്ക് എടുത്തു വെക്ക്. കുറച്ച് പൂ മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം ഉതിർത്ത് വെക്ക്. പിന്നെ കാണിക്കുന്നത് ജ്യോതിയെയും ജ്യോതിയുടെ സഹോദരനെയുമാണ്. അപ്പോൾ സഹോദരൻ ജ്യോതിയോട് ചോദിക്കുകയാണ്, എന്താ ജ്യോതി, വാസു സുമംഗലി പൂജയ്ക്ക് വരില്ലേ? വരും ചേട്ടാ, വന്നില്ലെങ്കിൽ ഞാൻ വെറുതെ വിടുമോ? എൻ്റെയും ജാനകിയുടെയും ഇടയിൽപ്പെട്ട് പാവം വാസു വല്ലാതെ കഷ്ടപ്പെടുന്നു. അദ്ദേഹം ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ചേട്ടന് തമാശയായി തോന്നുന്നുണ്ടോ? ജാനകിയുടെ കഥ കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ അദ്ദേഹം ഇവിടെ വന്ന് സന്തോഷത്തോടെ എൻ്റെ ഒപ്പം ജീവിക്കും. അതിനിപ്പോൾ സാധിക്കാത്തത് കൊണ്ടാണ് അവിടെയും ഇവിടെയുമൊക്കെ ആയിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. ചേട്ടാ, ജാനകിയുടെ കഥ കഴിക്കാനായിട്ട് ഒരുത്തിയെ അങ്ങോട്ട് അയച്ചില്ലേ? അവൾ ആ വീട്ടിൽ എന്ത് ചെയ്യാ? അവൾ അവിടെ പോയിട്ട് 1 മാസമായി, ഇപ്പോഴും കാര്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ജ്യോതിയുടെ സഹോദരൻ ചോദിക്കുകയാണ്, സുമംഗലി പൂജയ്ക്ക് വാസുവും മേഘയും ഇങ്ങോട്ടല്ലേ വരുന്നത്? അതേ ചേട്ടാ, ആ സമയത്ത് ജാനകി ഒറ്റയ്ക്കായിരിക്കുമല്ലോ. അവളുടെ കഥ ഇന്ന് തന്നെ തീർക്കാൻ പറയാം. ഇരിക്കുന്ന സമയത്താണ് ഒരു ഫോൺ കോൾ വരുന്നത്, അതായത് സുന്ദരിക്ക്. അപ്പോൾ ജാനകി ചോദിക്കുകയാണ്, ആരാ സുന്ദരി വിളിക്കുന്നേ? അത് പിന്നെ ഹൗസ് ഓണറാണ് വിളിക്കുന്നത് മേഡം. ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം. ശരി. സുന്ദരി ഫോൺ എടുത്തിട്ട് പറയാണ്, പറയൂ സാറേ. സുന്ദരി ശ്രദ്ധിച്ച് കേൾക്കണം. നീ കുറച്ച് സമയത്തിനകം അവിടെ നിന്നും മേഘയും വാസുവും ഇവിടേക്ക് വരും. അവരിങ്ങോട്ട് വരുന്നതും നീ ജാനകിയുടെ കഥ കഴിക്കണം. ശരി. ഇന്നായിരിക്കണം ജാനകിയുടെ അവസാന ദിവസം. ശരി സാറേ. വാസു മേഘയുടെ അടുത്ത് പോയിട്ട് വിളിക്കുകയാണ്, മേഘ. ജാനകി താഴെ സുമംഗലി പൂജയ്ക്കുള്ള തയ്യാറെടുപ്പുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ജ്യോതി വിളിച്ചിട്ട് നമ്മൾ 2 പേരോടും അങ്ങോട്ട് വരാൻ പറയാ മേഘ. ഇപ്പോൾ എന്താ ചെയ്യുക? ജാനകിയോട് ഞാൻ എന്ത് കള്ളം പറഞ്ഞിട്ടാ ഇവിടെ നിന്നും പോകാം? ടെൻഷൻ അടിക്കാതെ അമ്മാവാ, ഞാൻ ജാനകി അമ്മായിയോട് അത്യാവശ്യമായിട്ട് ഒരിടത്ത് പോകണം, എന്നിട്ട് അവിടെ നിന്നും ഉടനെ വരാം, വന്നാലുടനെ സുമംഗലി പൂജ ആരംഭിക്കാം എന്ന് പറയാം. ഞാൻ പറഞ്ഞ അമ്മായി വിശ്വസിക്കും. അതേ മേഘ, അതേ മേഘ, നീ തന്നെ വന്ന് പറയ്. ഞാൻ പറഞ്ഞാൽ അവൾ ദേഷ്യപ്പെടും, നീ പറഞ്ഞാൽ അവൾ ദേഷ്യം കാണിക്കില്ല. ശരി, അമ്മാവൻ പോയി റെഡിയായിട്ട് വാ. ഞാനിപ്പോൾ അവളോട് വാശിയൊന്നുമില്ല, നീ അവളോട് പറഞ്ഞേക്ക്. പിന്നെ ക്ഷേത്രത്തിലും സുമംഗലി പൂജയ്ക്കുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സുന്ദരി, താലത്തിൽ സുന്ദരി സുമംഗലികൾക്ക് കൊടുക്കാൻ കുങ്കുമം, മഞ്ഞൾ, വളകൾ എല്ലാം എടുത്തു വെക്ക്. ശരി മാഡം. സുന്ദരി ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് വിളക്ക് താഴെ വീണ് അണഞ്ഞു പോയത്. അപ്പോൾ ജാനകി പറയാണ്, സുന്ദരി, സുമംഗലി പൂജ തുടങ്ങുന്നതിനിടയിൽ തന്നെ വിളക്ക് താഴെ വീണ് അണഞ്ഞു പോയല്ലോ. സുന്ദരി പറയുക, അറിയാതെ വീണതല്ലേ, സാരമില്ല,
ഞാൻ വിളക്കെടുത്ത് വെച്ച് എണ്ണ ഒഴിച്ച് തിരിയിടാം. മേഡം കത്തിച്ചാൽ മതി. ജാനകി അതേസമയം കിതപ്പോടെ ഇരിക്കുകയാണ് അവിടെ തന്നെ. സുന്ദരി അതേസമയം മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇന്നത്തോടെ നിന്റെ കഥ കഴിയും. അതുകൊണ്ടാ കത്തിച്ച വിളക്ക് അപശകുനമായിട്ട് താഴെ വീണ് അണഞ്ഞുപോയത്. അതേസമയം ക്ഷേത്രത്തിൽ എല്ലാ കർമ്മങ്ങളും നടത്തുന്നുകൊണ്ടിരിക്കുകയാണ്. വാസുവിൻ്റെയും ജ്യോതിയുടെയും സുമംഗലി പൂജയൊക്കെ അവിടെ ക്ഷേത്രത്തിൽ നന്നായിട്ട് നടക്കുകയാണ്. വാസു ജ്യോതിക്ക് പുതിയ കഴുത്തിലെയൊക്കെ കെട്ടിക്കൊടുത്തു. അതിനുശേഷം ജ്യോതി പറയാണ്, കുങ്കുമം തൊട്ട് തന്നോളൂ. ജ്യോതിയുടെ അടുത്ത് തന്നെ മേഘയും വാസുവും, അതായത് ജ്യോതിയുടെ സഹോദരനും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ജാനകിയും അവിടെ എത്തിയിരുന്നു. ജാനകി എല്ലാ കാഴ്ചകളും നേരിട്ട് കണ്ണുകൊണ്ട് കാണുകയാണ്. ജാനകിയെ വീൽ ചെയറിൽ ചന്ദ്രികയാണ് അവിടെ എത്തിച്ചത്. അപ്പോൾ ജാനകി ഇതെല്ലാം കണ്ടതിന് ശേഷം പറയാണ് വിഷമത്തോടെ, എന്താ ഇത്, എനിക്കെൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നോട് നിങ്ങൾ ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്തല്ലോ. ജാനകി കരയിലെ ജാനകി എന്ന് പറഞ്ഞ് ജാനകിയുടെ കാലിൽ വന്ന് വീഴുകയാണ് വാസു. അപ്പോൾ തന്നെ ജാനകിക്ക് ദേഷ്യം വന്ന് ജാനകി വാസുവിനെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് മാറി മാറി തല്ലുകയാണ്. ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് എൻ്റെ കൺമുന്നിൽ വന്ന് നിൽക്കുന്നു. അപ്പോഴാണ് ജ്യോതി പറയുന്നത്, ഇപ്പോൾ എന്തിനാ അദ്ദേഹത്തെ അടിച്ചത്, മര്യാദയ്ക്ക് പുറത്തു പോ. അപ്പോൾ ചന്ദ്രിക ഇടപെട്ടു. ഏയ്, ആരെയാടി നീ പുറത്തു പോകാൻ പറയുന്നത് എന്ന് പറഞ്ഞ് ജ്യോതിയെ തലങ്ങും വിലങ്ങുമായി ചന്ദ്രിക അടിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷവുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരാണോ കാണുന്നത്, അപ്പോൾ കാണുന്നതിൻ്റെ ഇടയിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സീ യു ഓൾ.